ജീവിതം സാക്ഷിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സരിതയുടെ കഥയാണ്. അതെന്തിനാ അടിച്ചത് അമ്മ അവിടെ വന്ന്? അത് എന്നെ അവഗണിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് എന്തൊരു കാര്യം ഇവിടെ കയറി നിൽക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടിച്ചോണ്ടേ നിങ്ങളെല്ലാം പോയി അടിക്കരുതെന്നൊക്കെ പറഞ്ഞു. നമ്മളൊക്കെ ചെന്ന് പിടിച്ച് എന്നെ അടിച്ച് അമ്മ പറഞ്ഞ് ഇവിടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴും നിങ്ങളുടെ അമ്മ? എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ്, സജീവ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ്, ഇങ്ങനെ അമ്മ ഇങ്ങനെ എൻ്റെ വീട്ടിൻ്റെ ഈ അന്യനാട്ടിലൊന്നും ഇങ്ങനെ കാണിക്കണം, നീ എന്തിനിവിടെ നിൽക്കണേ, ഇത് പറ്റൂല. പിന്നെ ഇപ്പം രാത്രി ആയിപ്പോയി, ചേച്ചി നാളെ അവൻ വിളിക്കണമെങ്കിൽ നാളെ അങ്ങ് പോകണം, നീ അവരെ ഇങ്ങനെ റോഡിലൊക്കെ വെച്ചാണ് അടിച്ചത്. അപ്പോൾ ആൾക്കാരും ഒക്കെ കണ്ട് അങ്ങനെ വിളിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അങ്ങ് മിണ്ടി. അങ്ങനെയാണ് പിന്നെ ഇപ്പം പോയി ഒരു 8 മാസമേ ആയുള്ളൂ നല്ലോണം താമസിക്കാൻ തുടങ്ങിയിട്ട്. ഓ, നിങ്ങൾ പോയി അങ്ങോട്ട്? പിന്നെ വിളിച്ചു. അപ്പം അമ്മ പറഞ്ഞു മക്കളെ ഇല്ല, ഈ 8 മാസം വരെയും ഇതുവരെയും ജോലി ചെയ്തിട്ട് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി പോകുമ്പോൾ സ്കൂളൊക്കെ എന്താ? പിള്ളേരെ ഞാൻ അപ്പോഴും വണ്ടിക്കൂലി ആട്ടോ കൂലിയൊക്കെ കൊടുത്താണ് കൊച്ചുങ്ങളെ സ്കൂളിൽ വിടുന്നത്. ഇപ്പോഴും കൊച്ചുങ്ങൾ അങ്ങനെയാണ് പോയത്. എൻ്റെ വീട്ടിലാണ് കൊച്ചുങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ 8 മാസം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ നമ്മളോട് വന്ന് ഒത്തായതുകൊണ്ടാണ് നമ്മൾ അങ്ങ് പോയപ്പോൾ ഇനി ഞാൻ സ്കൂളിൽ നിന്നൊക്കെ അങ്ങ് ചേർക്കുമ്പോൾ നേരെ ചെവ ആവണമെങ്കിൽ മക്കളെ ഭാവി ഓർത്തെങ്കിലും നേരെ ആവുമല്ലോ എന്ന് വിചാരിച്ച് TC വാങ്ങി മക്കളെ കൊണ്ടുവന്ന് അവിടെ ഞാൻ ചേർത്തുപോയി. അതിനുശേഷമാണ് ഈ 1.5 ആഴ്ച ആയുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോഴും ഞാൻ സ്കൂളിൽ എന്നപ്പോൾ എനിക്ക് 8:45 വരെ ജോലിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 2:30 നമ്മൾ ചെന്നാൽ മതി. അപ്പോൾ നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ വന്ന് നോക്കിയിട്ടാണ്. അതെന്താ ജോലി? സ്കൂളിൽ ബസ്സിലാണ്. അപ്പം ബസ്സിൽ പിള്ളേരെ കൊണ്ടാക്കണം, പിന്നെ സ്കൂളിൽ വിടാൻ നേരത്ത് പിന്നെ ചെന്നാൽ മതി. ബസ്സിൽ തുടങ്ങുന്ന സമയത്ത് ചെന്നാൽ മതി. അപ്പോൾ അത്രേ ജോലിയുള്ളൂ? അത്രേ ഉള്ളൂ. ഇടയ്ക്കുള്ള സമയത്ത് എന്ത് ചെയ്യും? ഇടയ്ക്കുള്ള സമയത്ത് എൻ്റെ വീട്ടിലാണെങ്കിൽ വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളും മക്കളെ തുണികളും കഴുകി അവർക്ക് വേവിച്ചിറക്കി വെച്ച് കുളിച്ച് റെഡിയായി വീട്ടിലേക്ക് വരാം. പിന്നെ വൈകുന്നേരം പോയാൽ മതി. വൈകുന്നേരം 2:30 കയറിയാൽ മതി. സ്കൂൾ സമയത്ത് കയറിയാൽ മതി. അപ്പം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ആയപ്പം എൻ്റെ മക്കളെ നല്ല സുഖമായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയായിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളാണ്. ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഞാനും ബുദ്ധിമുട്ടായി. ഞാൻ അവിടെ നിന്ന് വണ്ടിക്കൂലിയും ചിലവാക്കി ഈ ജോലി കളയണ്ട, ഈ ഭർത്താവ് ജോലി ഇത്രയും ദൂരമാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പം വന്ന് ആ ജോലി അതാണ് ഇപ്പം കളഞ്ഞിട്ട് അത് കളയണം എന്നൊക്കെയാണ് പറയണം. അത് കളഞ്ഞ ഈ മനുഷ്യൻ എനിക്ക് ജോലി ചെയ്ത് തരില്ല, തരില്ല. അമ്മായിയമ്മ ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയോ? പിന്നെ അമ്മ ജോലിക്ക് പോയി. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അവർ പിന്നെ ജോലിക്ക് പോകും, അല്ലെങ്കിലും അവർ പോകുമായിരുന്നു. ഇപ്പൊ അവിടെയാണ് താമസിക്കുന്നത്? ഭർത്താവിന്റെ അവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പൊ കൊച്ചുങ്ങൾ പിന്നെയും പണങ്ങി പോകാൻ കാരണം എന്താ? അതാണ് ഈ 1 ആഴ്ചക്ക് മുന്നേ ഞാൻ വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇനി വരുമ്പോൾ വണ്ടിക്കൂലിയൊക്കെ തോനെയാവും. അപ്പം ഞാൻ തയ്യലൊക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് ബാക്കിയും കൂടെ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കട്ടെ, ഞാൻ ഇനി വരെ വരണം, എന്തിന് പിന്നെ എനിക്ക് വണ്ടിക്കൂലി ആവൂലേ. അങ്ങനെ ഒരു ചേച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചിട്ട് അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് മെഷീനും ഒക്കെ വാങ്ങിയായിരുന്നു. ഞാൻ അവിടെ തയ്ക്കാൻ എന്നെ കയറാനായിട്ട് ഒരുങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി വാ, ഞാൻ ഇവിടെ ഉണ്ട്, നീ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മ ജോലി ഇല്ലാതെ തിരിച്ചു വന്നപ്പം പറഞ്ഞ അമ്മ അത് ഞാൻ പെണ്ണിനെ വിളിച്ചു, അവളിപ്പോൾ വരും, പറയണം ഞാൻ അതാ ഇത്ര നേരം ഇവിടെ ഇരുന്നേണ്, എന്നിട്ട് പെണ്ണ് പോയെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ അണ്ണം പറഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് അപ്പം അമ്മ പറഞ്ഞു, നീ വണ്ടിക്കൂലി ആയാലും വേണ്ടില്ല, അവൻ വിളിക്കണമെങ്കിൽ ഇനി വരണേന്ന്, ഞാൻ നിനക്ക് വണ്ടിക്കൂലി തരാം, ഇവിടെ വഴക്കും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയും അവർ. അങ്ങനെയാണ് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അണ്ണൻ വിളിക്കണം, അപ്പം ഇനി വാ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അമ്മ ഉണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ആളിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാനും അമ്മയും കൂടെ വേവിച്ചൊക്കെ വെച്ചിട്ട് 2 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയി. ക്ലാസ്സിൽ നിൽക്കുന്ന ഒരായെയും പിന്നെ ബസ്സിൽ ആൻറ്റിയായിട്ടാണ് പോകണം ഒരു ബസ്സിൽ. അപ്പോൾ അവരിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മക്കൾ ഇങ്ങനെ നമ്മളെ കയ്യിലൊക്കെ എല്ലാവരും ഇരിക്കും. 3 വയസ്സിന് 2.5 വയസ്സായ കൊച്ചുങ്ങളാണ്. അപ്പോൾ എല്ലാവരും കളിച്ചും ചിരിച്ചൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ പാരൻസൊക്കെ നല്ല ഇതാണ്. അപ്പം അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്ക് ഉടനെ തന്നെ ഫോൺ വരെയാണ്. ഒരു മോനെ ഇങ്ങനെ ഇറക്കി ഒരു കൊച്ചിൻ്റെ കൊടുത്തപ്പോഴത്തേക്ക് ബാഗ് കൊടുത്തപ്പോഴത്തേക്ക് ഫോൺ വരെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഫോൺ, അപ്പോൾ ഈ ചേച്ചി ഇവിടെ ഇരിക്കണം, ഇങ്ങനെ ഫോൺ വെച്ചത് ചെവിയിൽ വെച്ചപ്പോഴത്തേക്ക് ഇയാളെന്നെ ചീത്തയാണ് വിളിച്ചത്. വേറെ ഒന്നും ചോദിച്ചാൽ ഇയാൾ കുടിച്ചിട്ട് വന്നിട്ട് കുറച്ച് അപ്പം തൊട്ടടുത്തിരിക്കണവർക്ക് കേൾക്കാൻ പറ്റൂലേ. അപ്പോൾ അവരെന്തൊരു വിചാരിക്കും നമ്മളെക്കുറിച്ച്. ഞാൻ പെട്ടെന്ന് ഫോൺ ഞാൻ പറഞ്ഞു, ഞാൻ വന്നിട്ട് നിങ്ങൾ എവിടെ പോയിരുന്നെന്ന് ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ എന്നെ ചീത്ത വിളിച്ചു. അപ്പം മറ്റൊരു കേൾക്കണ്ടെന്നുള്ള രീതിക്ക് ഞാൻ അത് കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തിച്ച്
ബാക്കി കൊച്ചുങ്ങളെ എനിക്ക് ഇറക്കാനുള്ളതാണ്, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എൻ്റെ അടുത്തിരിക്കുന്നവരെന്തേലും വിചാരിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നു. വൈകിട്ടായപ്പോൾ വീട്ടിൽ വന്നു. 4 മണിയാകുമ്പോൾ പുറത്തിറങ്ങും. 4:45 വീട്ടിൽ വരും. വന്നപ്പം റോഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവിടുത്തെ നമ്മളിങ്ങനെ വഴിയെ വരുന്ന റോഡിൽ അവിടെ ഇങ്ങനെ കുടിച്ചിട്ട് കിടക്കണം, ഇങ്ങനെ കിടക്കണം. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആരും അല്ലാത്തനക്ക് ഞാൻ ഇനി മാറി ഇങ്ങനെ അകത്ത് വീട്ടിലും കയറി പോയി. അപ്പോൾ അമ്മ പറഞ്ഞു, അപ്പം ഇങ്ങനെ അവിടെ റോട്ടിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റോഡിൽ കിടക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ പോയി കിടക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്തത് വലിയ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തില്ല. ഞാൻ എന്നിട്ട് വന്ന് ചോറ് തിന്ന് കൈ ഇങ്ങനെ കഴുകി അവിടെ അടുക്കളയിൽ അവിടെ നിന്ന് കഴുകി പാത്രം ഇങ്ങനെ വെച്ചപ്പം എൻ്റെ അടുത്ത് വന്ന ആളെത്തി. അത്രമാത്രം എനിക്ക് അറിയാവുമായിരുന്നു. കിടന്നോട്ടൊന്ന് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്, ചത്തോണം കിടന്ന ആള്. കിടന്നാണ്. അതുവരെ അമ്മയും എല്ലാവരും ചെന്ന് റോഡിൽ കിടക്കല്ലേടാന്ന് പറഞ്ഞ് പിടിച്ചിട്ട് അന്ന് എണീക്കാൻ പറ്റാതെ കിടന്ന ആൾ അപ്പോഴെണീച്ച് വന്ന് എന്നെ ചെയ്യാവുന്നില്ല. പിന്നെ അടിച്ച് മൃഗീയമായിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒരു ഭർത്താവിന് ചെയ്യാം, അടിക്കാം, എന്തിനാണോ ചെയ്യാം. പക്ഷെ അതൊന്നും അല്ല ചെയ്തത്. എന്നെ ശരിക്കും അടിച്ചു. എന്നിട്ട് ഞാൻ ചെന്നങ്ങ് വീണ് ചവിട്ടിയൊക്കെ ചെയ്ത് ചവിട്ടിയപ്പോഴത്തേക്കും ഞാൻ ചെന്നങ്ങ് വീണു. അപ്പം ഇങ്ങനെ ചെന്ന് വീണപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരൊറ്റ ചവിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ സൈഡും ഇവിടെ ചെന്ന് ഇടിച്ചു. അപ്പം അമ്മ അമ്മ അപ്പുറത്ത് നിൽക്കുന്നത്. അവർ ഓടിക്കൊണ്ട് അവരെയും പിടിച്ച് തള്ളിയിട്ട് അവരടിച്ച് ഞാൻ ഇങ്ങനെ അവരടിക്കല്ലേ, എന്നെ അടിച്ചപ്പോൾ അവരടിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പിടിച്ചപ്പോൾ എന്നെ ഇവിടെ ചവിട്ടി എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് എനിക്കറിഞ്ഞു. അവസ്ഥയിൽ ഇപ്പോഴും അടികൊണ്ട വേദനയൊക്കെ എല്ലായിടത്തും ആയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് പിണങ്ങി പോയത്. പിന്നെ ഇപ്പം പിണങ്ങി മക്കളെ കൊണ്ടുപോയി അത്രയും ദിവസം ഇന്നൊരു മക്കൾ വണ്ടിക്കൂലിയും ചിലവാക്കിയാണ് അവിടെ സ്കൂളിൽ വരണം. തൊട്ട് വീടിൻ്റെ അടുത്താണ് സ്കൂൾ. ഇതുവരെയ്ക്കും ആ മനുഷ്യന് ഒരു മനസാക്ഷിയും തോന്നിട്ടില്ല ആ മക്കളെ ഒത്തിരി ചെന്ന് നോക്കണമെന്ന്. ആ പെണ്ണുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്, സിന്ധുവായിട്ട്? ബന്ധമുണ്ട്. അവളെ ഒന്നും അടിക്കത്തില്ലേ? അവളെയൊക്കെ അടിക്കുമെന്തോ എനിക്കറിഞ്ഞൂടാ അതിനെ പറ്റിയൊന്നും. പോവും ഇവിടെ നിന്ന് പോവും. പോയിട്ട് 2-3 ദിവസം കഴിയുമ്പോഴാണ് വരണ. ഈ അടിച്ചിട്ട് ഒരു മനസാക്ഷി എൻ്റെ കൂടെ തോന്നാതെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവളോട് അങ്ങ് പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പം വന്നതേ ഉള്ളൂ. വന്നിട്ട് ഇയാളെ ഒരു കൊലക്കേസിൽ പ്രതിയാണെന്ന് അറിയാമോ? ഏത് കൊലക്കേസിൽ? ഏത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളെ കൊന്നു. അത് കൊന്നതാണോ? അതിൽ ഇയാളില്ല, മറ്റുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്. ഗുണ്ടാ നിയമപ്രകാരം ഇയാള് ജയിലായിരുന്നോ? തന്നെ. ഇയാള് ഗുണ്ടയാണ്. ആ നിയമപ്രകാരം ജയിലായിരുന്നു. അപ്പോൾ ഇയാള് ആ സിന്ദൂര വീട്ടിലേക്ക് എന്നാ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വല്ല അടിപിടിക്കോ ഗുണ്ടായുസം കാണിക്കാനായിരിക്കും വേറെ എവിടെയെങ്കിലും പോയത്? അങ്ങനെ പോവില്ല. അങ്ങനെ പോയപ്പോൾ കിട്ടിയ കാശായിരിക്കും ഈ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് അവിടെ വന്ന് വലിയ നെളിഞ്ഞ് നടക്കുന്നൊക്കെ. അതിൽ കിട്ടിയ കാശായിരിക്കുമല്ലോ. അല്ലാതെ എങ്ങനെയെന്ന് പറയാൻ ഇവിടെ കൂടെ പോകുമ്പോഴത്തേക്ക് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയാം എന്നെ വിളിക്കരുത്. വല്ല കൊലയോ മറ്റോ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും വിളിക്കരുതെന്ന് പറയുന്നത്. ശരി, അങ്ങനെ ഞാൻ വിശ്വസിക്കാം. പക്ഷെ ആ വ്യക്തിനെ ഇരുത്തിക്കൊണ്ട് എന്നെ വിളിച്ചിട്ട് അവളുമായിട്ട് അവളെ കൊണ്ട് എന്നെ വിളിച്ച് ചീത്ത പറയിപ്പിക്കും. ഉടനെ അവളെ എന്നിട്ട് അപ്പൊ അവള് ചോദിക്കണം, നിനക്ക് നാണല്ലേ വിളിക്കാനാണ്? എൻ്റെ കൂടെ ചോദിക്കണേണ്. എൻ്റെ ഭർത്താവിനെ എടുത്ത് എൻ്റെ ഭർത്താവിനെ എനിക്ക് വിളിക്കാൻ ഒരു നാണവും ഇല്ലെന്ന് അവള് ചോദിക്കണം. നിനക്ക് നാണല്ലേടി വിളിക്കാൻ ഇങ്ങോട്ട്? ആ പെണ്ണ് ചോദിക്കും. അവൾ എൻ്റെ കൂടെ ചോദിക്കും, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നു. നിനക്ക് നാണയില്ലേ എപ്പോഴും ഇങ്ങോട്ട് വിളിക്കാൻ? നിന്റെ അടുത്ത് വിളിക്കല്ലേ എന്നല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ ഭർത്താവ് അവിടെ അല്ലേ പോയത്. എന്നിട്ട് നിന്നെ വേണ്ട. അയാള് പറയണെന്ന് വെച്ചാൽ നിന്നെ പുഴുത്ത പട്ടീനെ കാണണത്. നീ അങ്ങനെയാണ് അവിടെ കിടക്കണത്. പട്ടി അടിക്കണൊക്കെ അടിച്ചാലും നീ പോവൂല. നാണയില്ലേ നിനക്ക് അവിടെ കയറി കിടക്കാൻ? ഈ അമ്മ എന്തിനാ ജോലി ചെയ്ത് മകനെ എങ്ങനെ എപ്പോഴും? അമ്മയാണ് അമ്മ നല്ല അമ്മയാണ്, നമ്മളെ നോക്കും, ശരിയാണ്. പക്ഷേ ഈ അമ്മ നമ്മളെങ്ങനെ സ്നേഹിക്കണത് അവരെ മോനും കൂടെ ദോഷപ്പെടുകയാണെന്ന് അവർ അറിയണില്ല. മോനെ ഇങ്ങനെ സ്നേഹിക്കുമ്പോഴത്തേക്ക് അത് മോന് ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല. അത് എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവൂല. മകനോടുള്ള സ്നേഹം എന്ത് പറയാനാ? സ്നേഹിക്കണം. അത് എന്നും പറഞ്ഞ അവരെ കുടുംബം കൂടെ നോക്കി സ്നേഹിക്കണം. ഒരു ഇച്ചിരി പ്രാന്തുണ്ടോ അയാൾക്ക്? അങ്ങനെ വല്ലത് ഗുണ്ട? അയാൾ കുടിച്ചിട്ട് കാണിക്കുന്നത് ഭ്രാന്ത് പോലെയൊക്കെ തന്നെ. കുടിച്ചാ കാണിക്കുന്നത് ഒരു ചട്ടമ്പിയാണല്ലേ? ആൾക്കാരും ആരും ഒന്നും മിണ്ടൂല. നമ്മളെ ഈ ഭർത്താവ് ഇപ്പൊ തിരിച്ചു വന്ന് പിന്നെയും കാലം വീണ പിന്നെയും സ്വീകരിക്കോ? അവരെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. എൻ്റെ മക്കളെ അവരച്ഛൻ അവർക്ക് വേണം എന്ന് വിചാരിച്ചാണ് ആ മനുഷ്യനോട് ഞാൻ
പോയത്. പക്ഷേ ഈ ഭർത്താവ് പക്ഷെ എനിക്കറിയില്ല, ഇവരുമായിട്ട് ഒരിക്കലും പിരിഞ്ഞു കൊച്ചുങ്ങളോട് സ്നേഹമില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്? മക്കളടുത്ത് പോലും സ്നേഹമില്ല. ഒരു കുറച്ച് എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? പിള്ളേർക്ക് ഒരു ആഭരണങ്ങളോ ഡ്രസ്സോ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യൂല. ഒരു തുണി എന്റെ ഭർത്താവല്ലേ എന്ന് മാത്രം പറയാനൊക്കെ നിങ്ങളെ കൊണ്ട് അല്ലേ? കാരണം ഞാൻ അങ്ങനെ പറയണതിന് കാരണമല്ലേ, എൻ്റെ നമ്മളിങ്ങനെ എത്ര നാളായിരുന്നാലും ഒറ്റപ്പെട്ട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് പറ്റൂല. സഹോദരൻ ഒരു രോഗിയാണ്, ഒരു കാലൊടിഞ്ഞ് പിന്നെ പെണ്ണ് തനിച്ച് താമസിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാം പറയും. ഈ ഒരു കാല് വയ്യാതെ എൻ്റെ ആ വയ്യാത്ത സഹോദരൻ പോയി ജോലി ചെയ്ത് അവരെ കുടുംബം നോക്കുകയാണ്. അവരെ കുടുംബം ഈ കൈയും കാലും ആവതുള്ള ഒരു മനുഷ്യൻ നമ്മളെ നോക്കൂലെന്ന് വെച്ചാൽ ഇത്രയും പേരുള്ള വീട്ടിലാണ് നിങ്ങളും കുഞ്ഞുങ്ങളും പോയി താമസിക്കുന്നത്. പിന്നെ ഞാൻ എവിടെ കയറിപ്പോട്ട് അമ്മയൊന്ന് വിളിക്കാം കേട്ടോ. മോളാണല്ലേ? കല്യാണമൊക്കെ ആലോചിച്ച് നടത്തിയതാണോ മോളുടെ കല്യാണമൊക്കെ? അപ്പോൾ ഒന്ന് അയാൾ ഇങ്ങനെയല്ലായിരുന്നോ? ജോലിക്കൊക്കെ പോയോണ്ട് നല്ല ജോലിയൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. എല്ലാം അന്വേഷിച്ചോ ചെറുക്കനെ കുറിച്ച് എങ്ങനെയാണെന്നൊക്കെ? അന്വേഷിച്ചപ്പോൾ ആൾക്കാരൊക്കെ കുറെ പേര് നല്ലതും ആകുമ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ പറയുമല്ലേ, അതുപോലെ എല്ലാവരും പറഞ്ഞു, നല്ലതും ചീത്തയൊക്കെ പറഞ്ഞു. ചീത്തയായിട്ട് ആരും പറഞ്ഞില്ല, അന്ന് അവൻ നല്ലതെന്ന് തന്നെ എല്ലാ ആൾക്കാരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പിന്നെ എന്നാ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയേ? പ്രശ്നം മൂത്ത കൊച്ചിനെ പ്രസവിച്ചതിന് ശേഷമൊക്കെയാണ് തുടക്കം എല്ലാം തുടങ്ങിയത്. പ്രസവിച്ചത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഇയാൾക്ക്? അത് അവര് നല്ലപോലെ ജീവിച്ച തന്നെ. പിന്നെ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരെ വീട്ടിലല്ലേ. അപ്പൊ നിങ്ങളുടെ വീട്ടിലല്ലേ അവര് താമസിക്കുന്നത്? അതിപ്പോഴും അന്ന് അങ്ങായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി വരുമോ മോള് വീട്ടിലേക്ക്? ഇതൊക്കെ അവര് കുടുംബമായിട്ടൊക്കെ ജീവിക്കണ ഓരോ പ്രശ്നമായിട്ട് വഴക്കൂടും, വിളിച്ചു പറയും. ഞാൻ ചെല്ലുമ്പോൾ അവൻ അതെങ്കിലും പറയുമ്പോൾ ഞാൻ ഇവരെയും വിളിച്ചോണ്ടിഞ്ഞ് പോരും. അവൻ്റെ കൂടെ അങ്ങോട്ട് ഒരു മറുപടി ഇന്നുവരെയും ചോദിച്ചിട്ടില്ല. അതെന്താ ചോദിക്കാത്തത്? ചോദിച്ചാൽ അവന് അത് നമ്മളുടെ ഇഷ്ടപ്പെട്ട സംസാരം ഇങ്ങോട്ട് പറയില്ല. അതിനെപ്പറ്റി പോവാതിരിക്കണമല്ല. അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കാൻ. നാണം കെടും, അത് കാരണം മിണ്ടാതിരിക്കുക. സ്വന്തം അമ്മയെ തല്ലുന്ന ആളല്ലേ? അതിന് എനിക്ക് വന്നൂടല്ല, അറിഞ്ഞൂടാ. അപ്പൊ അത് എനിക്കും വന്നൂടാ. നിങ്ങളും തല്ലിക്കൂടാ. കറക്റ്റ്. നമ്മള് ഒരു പെണ്ണിനെ പിടിച്ചു കൊടുത്തു പോയി, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. നഷ്ടം അവനും ഒരു പെങ്കൊച്ചിനെ അവന് കൊടുത്തു പോയി. ഇനി അവൻ്റെ തെറിയും കൂടെ കേൾക്കണേ നമ്മൾ. അതേ കാലം ഈ പെണ്ണ് വിളിച്ചു പറയുമ്പോഴേ ഞാൻ ചെല്ലും. ഇപ്പോഴും തന്നെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി 8 മണിയാകുമ്പോൾ എന്നെ വിളിക്കണമെന്ന്, എന്നും വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് വിളിച്ചില്ല. 8:30 ആയപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ എൻ്റെ മരുമോനോട് പറയണം ഇവിടെ കിടപ്പുണ്ടെന്ന് എടുത്തോണ്ട് പോയി. മോളെ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കുടിച്ചിട്ട് തമാശയെ പറയണമെങ്കിൽ കൊന്നിട്ടിട്ടെന്ന് പറഞ്ഞോ? അപ്പം ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നും വിളിച്ചു. അപ്പം എൻ്റെ കൂടെ മലയാളത്തിലല്ലേ പറയണേന്ന്. എൻ്റെ ദൈവമേ. അപ്പം ഞാൻ ഒരു ആട്ടോ ഓടിച്ച് നാളെ ഇവിടെ വീട്ടിൽ പോവാണ് രാത്രി. എവിടെ ചെല്ലുമ്പോൾ ഒരു 9 മണിയാകും. അപ്പം എന്തായിരുന്നു നില? അപ്പം അവരെ പറമ്പിലും എല്ലാം കിടക്കണം. അതിലൊക്കത്തൊരു തെങ്ങിൻ്റെ മുട്ടിൽ 3 കൊച്ചുങ്ങളും ഇവളും കൂടെ. ഇവള് തല്ലും കൊണ്ടുകൊണ്ട് കിടക്കണം. മറ്റേനെയൊക്കെ ഇവളെ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ കിടക്കുക. അവിടെ പിന്നെ എന്തേലും സംസാരിക്കും. അപ്പോ തിരിച്ചു പോണെന്നാണ് അമ്മയുടെ ആഗ്രഹം? എൻ്റെ സ്വന്തം ഇഷ്ടം പോണ്ടെന്ന് തന്നെ. എനിക്കിഷ്ടമല്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി അവളെ മക്കളെ എല്ലാ കാര്യവും ഈ 3 പ്രസവം എടുത്ത്. ഒരു കുടുംബമാകുമ്പോൾ എല്ലാവരുടെ ഭാഗത്തും വരും. വലിയൊരുക്കും ഉണ്ടാവും, ചെറിയൊരുക്കും ഉണ്ടാവും. അപ്പോൾ അത് അത്ര ഇന്നെ തരണം ചെയ്ത് ഇന്ന് വരെ അവരെ കൂടെ ഞാനുണ്ട്. അപ്പോൾ അവർക്ക് ഭർത്താവ് വേണ്ടെന്നും കൂടെ പറയാൻ പറ്റുമോ? കഷ്ടപ്പാടൊന്നും അറിയാതെ വളർത്തിയതാ അല്ലേ? 2 മക്കളെ അങ്ങനെ എന്നെ വളർത്തിയത്. അപ്പം എനിക്കൊരബദ്ധം പറ്റി. കൂടുതലൊന്നും തിരക്കാതെ ഇവന് പിടിച്ച് കൊടുത്തു. അതൊരു സത്യമാണ്. ഗവൺമെൻറ് ഒരു 3 സെൻറ്റ് പെരയുടെ ഇവളെ പേരിന് തന്നിട്ടുണ്ട്. 45,000 രൂപ ഗവൺമെൻറ്റിൽ നിന്ന് തരണം. 1 ലക്ഷം രൂപയായി അത് ഇവളെ പേരിന് ഞാൻ ബാക്കി പൈസ കൂടെ ഇട്ട് എഴുതി. അതവിടെ കിടപ്പുണ്ട്. അതിന് വീട് വെച്ചവർ 2 പേരും പൊക്കോണം. 2 പേരെ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇനി ആരെയും ചോറുന്ന് 2 കൂട്ടരും വളരണ്ടല്ലേ? അതല്ലേ സാറേ നല്ലത്? നമുക്കിനി അദാലത്തിനോട് സംസാരിക്കാം. എന്താ അവർക്ക് സംസാരിക്കാനുള്ളത്? ഈ അദാലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താന്ന് ചോദിച്ചില്ല മാഡം? ചോദിച്ചു എന്താ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? എനിക്ക് എൻ്റെ ഭർത്താവിന് പരിപൂർണമായിട്ടും എനിക്ക് വിശ്വാസം എനിക്കുമില്ല എന്നെ നോക്കുമെന്നുള്ളത്. അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളും ഞാനും കൂടി ചെല്ലുമ്പോഴത്തേക്ക് 6 മക്കളും പിന്നെ എൻ്റെ സഹോദരൻ, ഭാര്യ, അച്ഛൻ, അമ്മ. ഈ അമ്മ പോയാണ് കൊണ്ടുവന്ന് നമുക്ക് ജോലി ചെയ്ത് തരണം. അമ്മ കൈ ഒടിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരവിനാണ് ഈ കൈ ഊരിയതേ ഉള്ളൂ. അപ്പം നമ്മൾ അത്ര കഷ്ടപ്പെട്ട് ഞാൻ ആ വീട്ടിൽ
ജീവിക്കുകയാണ്. പിന്നെ അതാരത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് അവിടെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിന്നാൽ ഒത്തിരിയെങ്കിലും ഒരു ആശ്വാസം അവിടെ അണ്ണൻ്റെ അമ്മ ജോലി ചെയ്ത് തരും. നിങ്ങളെ ഈ അപ്പൊ നമ്മളെ തലവേദന അവർക്ക് ഒത്തിരി കുറയുമല്ലോ. 3 മക്കളല്ലേ? 3 മക്കൾക്കും ചെലവിന് തരാൻ പറയാൻ കഴിയും. പക്ഷെ ചെലവിന് അത് ഇവിടെ എഴുതി വെച്ചിട്ട് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് പിന്നെയും പ്രശ്നം. ഇങ്ങനെയുള്ള ഒരാളുടെ ചെലവിന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾ അനുസരിക്കുമോ എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾക്ക് സംശയമാണ്. ഈ ഇത്തരത്തിലുള്ള ഈ കൊലപാതക കേസിൽ പ്രതിയായ ഗുണ്ടാലിസ്റ്റ് പ്രതിയായ ഒരാൾ അഥവാ കൊടുത്തില്ലെങ്കിൽ തന്നെ അയാൾ പിടിച്ചുകൊണ്ട് ഇത് കണക്കൊന്ന് 5-6 മാസം ജയിലിലിടാമെന്നല്ലാതെ അതിനകത്ത് വേറെയും പരിഹാരമൊന്നുമില്ല. അതാ അതിൻ്റെ തന്നില്ലെങ്കിലുള്ള പിഴയെന്ന് പറയുന്നത്. പിന്നെ അതാണ് ചെയ്യാൻ കഴിയുന്നത്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പുള്ളിയുടെ പേരിൽ വസ്തുവോ സ്വത്തോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ജോലിക്കും പോകുന്നില്ല. പിതാവാണ് പിന്നെ മക്കളെ സംരക്ഷിക്കേണ്ടതും ഭാര്യയും സംരക്ഷിക്കുന്നത്. അതിന് തർക്കമൊന്നുമില്ല. അതിന് ചിലവിനൂടെ തരാനും കഴിയും. ഞാൻ അവളുമായിട്ട് സംസാരിച്ച സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്രയും നാട്ടും എങ്ങും ഞാൻ ഇതിനൊക്കെ കൊണ്ടുവന്ന് ക്യാഷ് കൊടുക്കുകയോ നിങ്ങളെ പേരിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഇറങ്ങി തിരിച്ചാൽ എനിക്ക് നിങ്ങളുടെ ചിലവിന് പോലും എനിക്ക് വേണ്ട. എൻ്റെ മക്കൾക്ക് നിങ്ങളെ ഒരു പൈസയോ ഒന്നും എനിക്ക് വേണ്ട. നാളെ ഒരു സമയം നിങ്ങളിനി അത് എൻ്റെ മക്കൾക്ക് ഞാനും കൂടെ കൊടുത്താണ് വളർന്നതെന്നും അല്ലെങ്കിൽ നാളെ മക്കൾ എൻ്റെ കൂടെ ചോദിക്കും അച്ഛനും തന്നല്ലേ നമ്മൾ വലുതായത് എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും ഞാൻ ഒഴിവാക്കും. പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വിശ്വാസമില്ല. സ്ഥലമുണ്ടല്ലോ, നിലമുണ്ടല്ലോ, ഒരു വീട് വെച്ച് താമസിച്ചൂടെ? എനിക്ക് താമസിക്കാം. പക്ഷെ അതാണ് അമ്മ പറയണത്. ഇവിടെ നിങ്ങൾ ചെയ്യാത്ത ഒരു ബുദ്ധിപരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3.5 സെന്റ് സ്ഥലമുണ്ട്. അത് മകളും മരുമകനും കൂടി വീട് വയ്ക്കുന്നതിന് പകരം നിങ്ങളെ കൊണ്ട് വീണ്ടും ഗവൺമെൻറ്റിലേക്ക് എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ട് ഒരു വീട് വെച്ച് ഈ പെൺകുട്ടിയെ ഏറ്റവും ശക്തിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയൊക്കെ പ്രതിസന്ധികളിലും ആ ഭർത്താവിൻ്റെ കുടുംബവും ആ കുഞ്ഞുങ്ങളും എല്ലാം അവരുടെ കൂടെ നിൽക്കുന്നു, നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നു, അവളെ കൊണ്ടാകുന്ന ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു കിടപ്പാടാണ് ഇനി ആവശ്യമുള്ളത്. ആ ഭർത്താവിന് അയാൾക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ എന്തായിരിക്കും സ്ഥിതി? ഈ പെൺകുട്ടിയെ കൊണ്ട് അതും കൂടി എഴുതി വാങ്ങിപ്പിച്ച് അയാൾ വിട്ടു തൊലച്ചിട്ട് പോകും. ഇപ്പോൾ ഉള്ള ഈ വസ്തു നിങ്ങൾക്ക് കിട്ടിയ 3 സെന്റ് വസ്തു അല്ലെങ്കിൽ 3 സെന്റ് ബസ് എന്ത് ഭൂകമ്പം ഉണ്ടായാലും അയാളുടെ പേരിൽ എഴുതി കൊടുക്കരുത്. അതൊന്നും ചോദിക്കൂല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞില്ലേ, അതും ഈ പറഞ്ഞ കണക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ഉപേക്ഷിക്കരുത്. അതല്ല സഹിക്കാൻ വയ്യാലും നിങ്ങൾ പോലീസിൽ പരാതി കൊടുക്കണം. അല്ലെങ്കിൽ ഏത് അധികാര സ്ഥാനങ്ങളിലാണ് പിന്നെ ചെന്നിട്ട് അതിനാവശ്യമായ പരിഹാരം നിങ്ങൾ തരണം. ഒരു കാരണവശാലും നിങ്ങളിപ്പോൾ ജോലി ഒരിക്കലും ഉപേക്ഷിക്കില്ല. എൻ്റെ മോനൊന്ന് 6 മാസമൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ആ ജോലി. അല്ല, നിങ്ങൾക്ക് ആരുമില്ല എന്ന് പറയാലോ. 3 ആൺമക്കളാണ് ഉള്ളത്. അവരൊക്കെ വരുമ്പോൾ നിങ്ങൾ നോക്കില്ലേ? നമ്മളെ ഭർത്താവിനെ എനിക്ക് ഇനി ആ മനുഷ്യനെ വേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മളെ വേറെ എന്തെങ്കിലും പറയണമെങ്കിൽ അതൊന്നും അങ്ങനെയൊന്നും പറയാല്ല. നിങ്ങളുടെ മനസ്സ് നല്ല ധൈര്യമായിരുന്നു. നല്ല ധൈര്യമുള്ള സ്ത്രീയാണ് ഇവർ പറഞ്ഞതുപോലെ. നല്ല ധൈര്യമുള്ള സ്ത്രീയാണ്. ഇനി നമുക്ക് ഭർത്താവ് സജീവനെ വിളിക്കാം. നമുക്ക് തനിക്കുള്ള ഒരു തുണ്ട് ഭൂമിയിൽ കൂര കെട്ടി ഭർത്താവും കുട്ടികളുമായി താമസിക്കാൻ ആഗ്രഹിക്കുന്ന സരിതയുടെ ഭർത്താവായ സജീവനെ നമുക്ക് കാണാം. ജീവിതം സാക്ഷിയുടെ അടുത്ത എപ്പിസോഡിൽ.